സാലറി കോഡ് നടപ്പിലാക്കുമ്പോൾ അടിസ്ഥാന മിനിമം വേതനം ഇതാണ്. അതിന് മുകളിലേക്ക് വേതനം കൊടുക്കരുത് എന്ന് എവിടെയെങ്കിലും ചട്ടത്തിൽ പ്രത്യേകമായി പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധ ഞാനിപ്പോൾ ഇരുന്ന് വായിച്ചത് അതാണ്. കേരളത്തിനകത്ത് INTUC-യെയും STU-വിനെയും ഇന്നുള്ള പൊതുസമര പ്രക്ഷോഭത്തിനകത്ത് അവരുണ്ടായിരുന്നതാണ്. ഇപ്പം അവരെ ചെവിക്ക് പിടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റും കൂടി നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഒരുമിച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ സെപ്പറേറ്റ് സമരം നടത്തുന്ന 8 മണിക്കൂർ എന്നുള്ളത് 12 മണിക്കൂറും ആഴ്ചയിൽ 50 മണിക്കൂർ എന്നുള്ളത് 125 മണിക്കൂർ ആക്കുന്നത് ഏത് തൊഴിലാളി സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. KSRTC തൊഴിലാളികൾ എത്ര കാലം ഈ പെൻഷനും അവരുടെ ശമ്പളത്തിനും വേണ്ടിയിട്ട് പിച്ചിട്ട് കൊടുക്കുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തു എന്ന് കേരളത്തിന്റെ കോൺടാക്സിൽ വേണമെങ്കിൽ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. BJP-യുടെ പ്രതിനിധി വാസ്തവത്തിൽ അദ്ദേഹം അസഹിഷ്ണുത കാണിക്കുകയാണ്. അദ്ദേഹം ആദ്യം ഒരു പരിഭവം പറഞ്ഞു 4 പേരുടെ ഇടയിൽ, കാരണം കൈരളിയുടെ ഈ റിപ്പോർട്ടർ ഈ വാർത്ത നയിക്കുന്ന ആളടക്കം 4 പേരുടെ ഇടയിൽ ഞാൻ ഒരാൾ ഓരോന്നോരോന്നായി മറുപടി പറയാൻ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഗവൺമെൻറ് തന്നെ BJP-യാണ് ഭരിക്കുന്നത്, നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളായി വാസ്തവത്തിൽ പ്രയാസപ്പെടുന്നത് ഇതിൻ്റെ എതിർപ്പുകൾ ബോധ്യപ്പെടുത്താൻ. നിങ്ങളെപ്പോലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അന്ധമായി മൂലധന ശക്തികൾക്ക് വേണ്ടി അവരുടെ ലാഭം അനിയന്ത്രിതമായി ഒഴുകാൻ വഴിയുണ്ടാക്കാൻ വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നിങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാണ് കൂടുതൽ സമയം തരേണ്ടത്. ഞാൻ ഓരോന്ന് പറയാം. അതിനു മുമ്പ് ആദ്യം ബഹുമാനപ്പെട്ട എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് INTUC നേതാവാണോന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. കോൺഗ്രസ് നഖശികാന്ത് ഇതിനെ എതിർത്തിട്ടുണ്ട്, INTUC ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, BJP-യെ ഒറ്റയ്ക്ക് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ, ഇടതുപക്ഷക്കാരോ ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയിൽ മാത്രം വിചാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂടി പിന്തുണ യഥാർത്ഥത്തിൽ ഈ ലേബർ കോഡ് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കോൺഗ്രസിനെ വല്ലാതെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുകയോ കോർണർ ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഇടതുപക്ഷ MP-മാർ കേരളത്തിൽ നിന്ന് തന്നെ 19 പേര് പോയിട്ടുണ്ട്. ഇതേവരെ ഒരു കമൻറ്റ് 21-ാം തീയതി പ്രഖ്യാപിച്ച 25-ാം തീയതിയായി ഇതേവരെ ഒരു കമൻറ്റ് പാർലമെന്റിനകത്തോ പുറത്തോ, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം ഇല്ല, പുറത്തോ ഇത് സംബന്ധിച്ച് പറയാൻ കോൺഗ്രസ് നിർഭാഗ്യവശാൽ തയ്യാറായിട്ടില്ല. എന്നാൽ INTUC-യെ കേരളത്തിനകത്ത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ INTUC ഉണ്ട്. കേരളത്തിനകത്ത് INTUC-യെയും STU-വിനെയും ഇന്നുള്ള പൊതുസമര പ്രക്ഷോഭത്തിനകത്ത് അവരുണ്ടായിരുന്നതാണ്. ഇപ്പം അവരെ ചെവിക്ക് പിടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റും കൂടി നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഒരുമിച്ച് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ സെപ്പറേറ്റ് സമരം നടത്തുന്ന രീതിയാണ്. അങ്ങനെയാണെങ്കിലും INTUC പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത് സമാധാനപരമായ കാര്യമാണ്. ഞാനത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഞാൻ തൊഴിലാളി സംഘടനകളെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല. BMS-ൽപ്പെട്ട തൊഴിലാളികളടക്കം BMS-ന്റെ നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വഞ്ചനാപരമായിട്ടുള്ള സമീപനത്തിനെതിരെ പ്രതികരിക്കാൻ അതാത് യൂണിയനകത്ത് അവർ നിശ്ചയമായും അവരുടെ പോര് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു നേട്ടവും ഈ കാര്യത്തിൽ ഉണ്ടാവാത്ത വിധത്തിലാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ നന്ദു ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യം BMS-ന്റെ നേതാവാണെന്ന് തെറ്റിദ്ധരിച്ചു. അതെൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം BJP-യുടെ നേതാവാണ്. അദ്ദേഹം അത് തന്നെ പറയണം. BMS-നും ഈ കാര്യത്തിൽ നേരത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ്. അവർ പല കാര്യങ്ങളിലും ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും BMS-ന്റെ പ്രാദേശിക നേതാക്കന്മാർ പറയുന്ന 2 ലേബർ കോഡുകളെ നടപ്പാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്നവരുണ്ട്. കാരണം അവർക്കറിയാം അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ. എന്നിട്ട് നിങ്ങൾ BJP-ക്ക് വേണ്ടി ഇരുന്നിട്ട് ഇതിനെ ന്യായീകരിക്കുകയാണ്. BJP കൊണ്ടുവന്ന പാർലമെൻറ്റിനകത്ത് ചർച്ച ചെയ്യാത്തത്. നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, എളമരം കരീം പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന്. എന്താ എളമരം കരീം പറഞ്ഞത്? ആ ഒക്കേഷനാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ ഒക്കേഷൻ പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ പാർലമെന്റിനകത്ത് ഈ ബില്ല് പാർലമെന്റ് അംഗങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ട് അത് സംബന്ധിച്ചുള്ള ഡിസ്കഷന് 1 മണിക്കൂർ പോലും തയ്യാറായില്ല. ശബ്ദ വോട്ടോടുകൂടി അത് പാസ്സാക്കാൻ വേണ്ടി ധൃതി പിടിച്ച് 10 പാർലമെന്റ് മെമ്പർമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയ സന്ദർഭമാണ്. അതിനു മുമ്പാണ് പറഞ്ഞത്, ആ സസ്പെൻഷന് മുമ്പാണ് അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ അംഗങ്ങളുടെ അഭിപ്രായ വോട്ടെടുക്കണം എന്ന് പറഞ്ഞു, ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെയാണ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് അന്ന് വെങ്കയ്യ നായിഡു ഉപരാഷ്ട്രപതി പറഞ്ഞത് നിങ്ങളവിടെ ഇരിക്കൂ, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങളിത് നടപ്പാക്കുമെന്ന് പറഞ്ഞത്. അതാണ് ഞാൻ സൂചിപ്പിച്ചല്ല. നിങ്ങൾ തെറ്റിദ്ധാരണ വേണ്ട. അവിടെ ചർച്ച നടത്തി എന്നുള്ള നിലയിൽ പാർലമെന്റിന്റെ ഒരു രേഖയിലുമില്ല. ഗവൺമെന്റ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിനകത്താണ് ഇത് കൊണ്ടുവന്നത്. ഇനി ഫ്ലോർ ലെവൽ വേജസ് അദ്ദേഹം പറഞ്ഞു വേതനം എത്രമാത്രം കൂട്ടിക്കൊടുക്കാൻ കഴിയുമല്ലോ ആർക്കും. അതിന് BJP-യുടെ ഔദാര്യം വേണ്ട, ഗവൺമെന്റ് ഔദാര്യം വേണ്ട. അതൊക്കെ ട്രേഡ് യൂണിയനുകൾ ഫൈറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ത്യ ഗവൺമെന്റും നീതി ആയോഗവും പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സ്റ്റേറ്റ് കേരളമാണെന്നാണ്. അതുകൊണ്ട് അത് BJP-യുടെ തന്നെ മൂക്കിന് താഴെ, പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള നീതി ആയോഗിൻ്റെ
ചെയർമാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരുടെ സർവേ റിപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ട്. വേതനം സംബന്ധിച്ച് കേരളത്തിലാണ് ഹയസ്റ്റ് വേതനം ഉള്ളത് എന്നുള്ളത്. പക്ഷേ നേരത്തെ ഈ ഒരു അദ്ദേഹം പറഞ്ഞല്ലോ, ഈ ലേബർ കോഡ് എന്നുള്ളത് ആക്ട് എന്ന് പറയാതെ അത് റൂള് ഉണ്ടാക്കിക്കൊണ്ട് ലേബർ കോഡെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു യൂണിഫോം സ്റ്റാൻഡേർഡിൽ ഇന്ത്യയിൽ വന്നാൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഈ തൊഴിൽ നിയമങ്ങൾ, ഈ 29 നിയമങ്ങളിൽ ഈ ലേബർ കോഡിൻ്റെ ഒരു കാര്യത്തെ സംബന്ധിച്ചും തീരുമാനിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ചട്ടം ആവിഷ്കരിക്കുമ്പോൾ 1000 രൂപ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ ഫീസ് ഉള്ളത് പുതിയ ലേബർ കോഡിൽ 3000 വേണമെന്ന് പറയുന്നുണ്ട്. അത് കേരളത്തിൽ ചിലപ്പോൾ 1000 തന്നെയായിട്ട് നിലനിർത്താൻ കഴിഞ്ഞേക്കാം. ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ലേബർ മിനിസ്റ്ററോട് ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ചില കാര്യങ്ങൾ നടപ്പാക്കാമെന്നുള്ളതല്ലാതെ കോഡ് പാസ്സായി ഗവൺമെൻറ് വിജ്ഞാപനം ഇറക്കി ഗവൺമെൻറ് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള റൂള് കൊണ്ടുവന്നിട്ടില്ല. അതിനെയും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിലെങ്കിലും തൊഴിലാളി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് മുതലാളിമാർക്ക് വേണ്ടിയല്ല ട്രേഡ് യൂണിയൻ നിയമം, തൊഴിലാളികൾക്ക് വേണ്ടിയാണ്. ഇതിനകത്ത് പറയുന്നത് പ്രധാനമായും മുതലാളിമാർക്ക് വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങളും പറഞ്ഞല്ലോ, ഒരു സ്ഥാപനം അടച്ചുപൂട്ടാതിരിക്കാൻ തൊഴിലാളി സംഘടനകൾ CIT-കാരും AITC-കാരും അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. നന്ദുവിനറിയാമോ, എറണാകുളം ജില്ലയിൽ ഞാൻ പ്രവർത്തിക്കുന്നിടത്ത് ലോകോത്തരമായി ഈ എന്താണ് ഈ നാച്ചുറൽ എക്സ്ട്രാക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് അർജുന എക്സ്ട്രാക്ഷൻസ്. BMS-ന്റെ ആ കമ്പനി അടച്ചുപൂട്ടിക്കാൻ വേണ്ടി BMS എന്നുള്ള ട്രേഡ് യൂണിയനെ അംഗീകരിക്കാത്തതുകൊണ്ട് ആ കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടി BMS അവിടെ സമരപന്തൽ ഇപ്പോഴും അഴിച്ചു മാറ്റിയിട്ടില്ല. 1.5 കൊല്ലമായി ആ സമരം നടക്കുന്നു. മനസ്സിലായോ? അതെല്ലാം നിങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ എവിടെയും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. HNL അടച്ചുപൂട്ടാൻ തീരുമാനിച്ചിട്ട് കേരള ഗവൺമെൻറ് കേരള പേപ്പർ പ്രൊഡക്റ്റ് കമ്പനി എന്ന് പറഞ്ഞ് അതിനെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ സമയമുണ്ടെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതുകൊണ്ട് ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ ശക്തമായി നിലപാടെടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനോ മാറ്റം വരുന്നതിനോ പുരോഗതി ഉണ്ടാവുന്നതിനൊന്നും ഒരു ട്രേഡ് യൂണിയനും എതിരല്ല. പക്ഷേ വർഷങ്ങളായി തൊഴിലാളി സംഘടനകൾ വിലപേശി വാങ്ങിയിട്ടുള്ള ചില അവകാശങ്ങൾ മുതലാളിമാർക്ക് വേണ്ടി അവർ 70 മണിക്കൂറാക്കണം, 90 മണിക്കൂറാക്കണം ആഴ്ചയിലെന്ന് പറയുമ്പോൾ ഉടനെ 48 മണിക്കൂർ എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് ഓവർ ടൈം പോലും ഇല്ലാത്ത വിധത്തിൽ 12 മണിക്കൂറാകാം. സ്ത്രീകൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, സ്ത്രീകൾക്ക് 10 മണി വരെ ജോലി ചെയ്യാൻ നിലവിലുള്ള നിയമത്തിൽ അനുവാദമുണ്ട്. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞിരിക്കുന്നു അവിടെ സംരക്ഷണം, അവരുടെ അനുവാദം വേണമെന്നാണ്. അനുവാദം അല്ലെങ്കിലും വേണം, അനുവാദം അല്ലെങ്കിലും കൊടുക്കണം. ആ അനുവാദം മാറ്റിയിട്ട് 10 മണി വരെ എന്നുള്ളത് ഇപ്പോൾ 24 മണിക്കൂർ അനുവാദം കൊടുത്തിരിക്കുക. 24 മണിക്കൂർ ഇപ്പോൾ അനുവാദം കൊടുത്തിരിക്കുക. സ്ത്രീകൾ എന്ത് സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കാൻ പോകുന്നത്?